ന്യൂസ് 18 പരിശോധിക്കുന്നു. വാങ്ങണമോ സർവീസ് തുടരണമോ ഇലക്ട്രിക് ബസ്സുകൾ? ഇലക്ട്രിക് ബസ്സുകൾ വേണമോ വേണ്ടയോ എന്നതാണ് സംസ്ഥാനത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങളിലൊന്ന്. KSRTCയുടെ സിറ്റി സർക്കുലർ ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ല എന്നും ഇനി ഇലക്ട്രിക് ബസ് വാങ്ങില്ല എന്നുമുള്ള മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയാണ് ഈ വിവാദത്തിന് വഴി തുറന്നത്. മന്ത്രിയെ തള്ളി CPM നേതൃത്വം രംഗത്ത് വന്നു കഴിഞ്ഞു. തിരുവനന്തപുരം നഗരത്തിലെ MLA-മാർക്കും മേയർക്കും ഗതാഗത മന്ത്രിയുടെ നിലപാടിൽ അതൃപ്തിയുണ്ട്. ലാഭനഷ്ടങ്ങൾക്ക് അപ്പുറം ഇലക്ട്രിക് ബസ്സുകൾ വേണമോ വേണ്ടയോ, തലസ്ഥാന നഗരവാസികൾ എന്തു പറയുന്നു എന്നാണ് ന്യൂസ് 18 ഈ മണിക്കൂറിൽ പരിശോധിക്കുന്നത്. ഔട്ട് ഓഫ് ചില ബസ് എന്ന ഈ പ്രത്യേക പരിപാടിയിലൂടെ ആദ്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളിലേക്കാണ് പോകുന്നത്. ഐശ്വര്യാനിൽ കിഴക്കേക്കോട്ടയിൽ നിന്നും MG മിഥുൻ, ഇലക്ട്രിക് ബസ്സിൽ നിന്നും HV നന്ദകുമാർ, തമ്പാനൂരിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നു. നമുക്ക് ആദ്യം ഈ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഗതാഗത മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ. ആ പരാമർശങ്ങളിലേക്ക് ഒന്ന് പോയി അതിവേഗം ഇവരിലേക്ക് എത്താം. ഫ്രീ ആയിട്ട് കിട്ടുന്നതാണെന്ന് പറഞ്ഞെടുത്ത് വെളിയിലിടാൻ പറ്റുമോ? ചുമ്മാ കാശ് കിട്ടണ്ടേ? ഓടിക്കുന്നത് KSRTCയുമായി ചേർന്നല്ലേ ഷിഫ്റ്റ് ഓടിക്കുന്നത്. അങ്ങനെ അവർ ഓടുമ്പോൾ ഞങ്ങൾ KSRTCയുടെ ഓടിക്കൊണ്ടിരിക്കുന്ന നിലവിലുള്ള സിറ്റി സർവീസ് ബസ്സുകളുടെ കാശ് നഷ്ടപ്പെടുകയും അതംഗീകരിക്കാൻ പറ്റില്ല. പ്രൈവറ്റ് ബസ്സിന്റെ കാശ് പോകുന്നില്ലേ, ഓട്ടോറിക്ഷക്കാർ കാശ് പോകുന്നില്ലേ? അത് ഓസിന് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പും ഇതുപോലെ ബസ് ഓസിന് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം കട്ടപ്പുറത്തിരിപ്പുണ്ട്. കാട് കയറിയ കിടക്കുന്ന ചില ഫോട്ടോകൾ നിങ്ങൾ കാണുന്നുണ്ട്. അതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തും മിസ്യൂസ് ചെയ്യാൻ പാടില്ല. ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ആർക്കെങ്കിലും ഉപകാരപ്പെടണ്ടേ? 1 കോടിയുടെ ബസ് ഓടുമ്പോൾ ഒരു 10,000 രൂപയെങ്കിലും അതിൽ കിട്ടിയില്ലെങ്കിൽ നമുക്കതുകൊണ്ട് പ്രയോജനം എന്താണ്? നമ്മുടെ ആരുടെ പണം? കേന്ദ്ര ഗവൺമെന്റ് ആവട്ടെ, സംസ്ഥാന ഗവൺമെന്റ് ആരുടെ പൈസ ആവട്ടെ, ജനങ്ങളുടെ കാശല്ലേ. ഞാനും നിങ്ങളും ചായ കുടിക്കുമ്പോൾ കൊടുക്കുന്ന ടാക്സ് ആണെന്ന ചിന്ത എല്ലാവർക്കും വേണം. ഒരു മന്ത്രിയുടെ പ്രശ്നമല്ലല്ലോ, ഇവിടെ മന്ത്രിസഭ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ വരുന്ന സേവനങ്ങളെ ഏതെങ്കിലും ഒന്ന് ഇല്ലായ്മ ചെയ്യുക എന്നുള്ള നിലപാട് ഗവൺമെന്റ് എടുക്കുന്ന നിലപാടിന്റെ ഭാഗം അത് നയപരമായ തീരുമാനത്തിനെടുക്കും. അതൊക്കെ നയപരമായ തീരുമാനം തന്നെ എടുത്ത് ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സേവനത്തിൽ ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഒരു വ്യവസായത്തിൽ ആകെയാണ് പരിശോധിക്കുമ്പോഴാണ് എന്തുണ്ട് നഷ്ടം. ഓരോന്നോരോന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിൽ ഓരോന്നിലും ലാഭം ഉണ്ടാവും. അതാ കാര്യം. ഐശ്വര്യാനിൽ, MG മിഥുൻ, HV നന്ദകുമാർ എന്നിവരാണ് വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ ജനങ്ങളുടെ പ്രതികരണം തേടി ഇപ്പോഴുള്ളത്. എനിക്ക് കാണാം ഇപ്പോൾ MG മിഥുൻ ബസ്സിനുള്ളിൽ തന്നെയുണ്ട്. ഐശ്വര്യാനിൽ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലും. ഞാൻ ആദ്യം ബസ്സിലേക്ക് തന്നെ പോകാം. മിഥുൻ, ഈ ഇലക്ട്രിക് ബസ്സിലുള്ള ഈ യാത്രയിൽ മിഥുൻ കാണുന്നത് എന്താണ്? അത്യാവശ്യം ആളുകളില്ലേ? ഈ ബസ് ലാഭകരമാണ് എന്നുള്ള ചർച്ചകളുണ്ട്, കണക്കുകളൊക്കെ നമുക്ക് പറയാം. പക്ഷേ അതിനപ്പുറം ബസ്സിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ ഈ സമയത്ത്? എൽദോ, അതായത് ഞാൻ രാവിലെ ഈസ്റ്റ് ഫോർട്ടിൽ നിന്നാണ് ഈ ബസ്സിൽ ആദ്യം കയറുന്നത്. ആ സമയത്തൊക്കെ തന്നെ 1-2 പേര് മാത്രമേ ഉണ്ടായിരുന്നു എങ്കിൽ പോലും തന്നെ പക്ഷെ പിന്നീട് വലിയ രീതിയിൽ ആളുകൾ കയറുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ അല്പസമയം മുമ്പ് വരെ ഈ ബസ് നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന സാഹചര്യമായിരുന്നുള്ളത്. ശാസ്തമംഗലത്തിലേക്കാണ് ഈ ബസ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിറ്റി ഏരിയയിൽ വഴുതക്കാട് അടക്കമുള്ള ഭാഗത്തേക്ക് നിരവധി കോളേജുകളുണ്ട്, ഒപ്പം തന്നെ നിരവധി ഓഫീസുകളുണ്ട്. അവിടേക്കൊക്കെ വർക്ക് ചെയ്യാൻ എത്തുന്ന ആളുകളും ഒപ്പം തന്നെ പഠിക്കാൻ എത്തുന്ന വിദ്യാർത്ഥികളും ഒക്കെ തന്നെ നിരവധിയാണുള്ളത്. അവരൊക്കെ തന്നെ വലിയ രീതിയിൽ ആശ്രയിക്കുന്ന ഒരു ബസ് കൂടിയാണ് ഈ ഇലക്ട്രിക് ബസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും പ്രധാനമായും നമ്മൾ എടുത്തു പറയേണ്ടത് 10 രൂപ മാത്രമാണ് ഇതിന് നിരക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സിറ്റിയിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെ ഈ ഒരു 10 രൂപ നിരക്കിൽ ബസ്സിൽ പോകാമെന്നുള്ളത് തന്നെയാണ്. ആ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒപ്പം തന്നെ ആദ്യം ഈ ബസ് അവതരിപ്പിക്കുന്ന സമയത്ത് മറ്റൊരു സംവിധാനം കൂടി ഉണ്ടായിരുന്നു. അതായത് ഒരു ദിവസം പോവുകയാണെങ്കിൽ 50 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം ഏത് ബസ്സിൽ വേണമെങ്കിലും, ഈ ഇലക്ട്രിക് ബസ്സിലെ ഏത് ബസ്സുകളിൽ വേണമെങ്കിലും യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം അന്ന് ഏർപ്പെടുത്തുകയും ചെയ്യുന്നു. ആ ഒരു സൗകര്യത്തെക്കുറിച്ചും ഒപ്പം തന്നെ ഈ ബസ് ഇനി വാങ്ങില്ല, അല്ലെങ്കിൽ അത് കാലക്രമേണ നിർത്തലാക്കാൻ പോകുന്നു, അതിൽ നിന്ന് നഷ്ടമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മന്ത്രി പറയുന്നത്. അത് നമുക്ക് ഈ യാത്രക്കാരോട് തന്നെ ചോദിക്കാം. എങ്ങനെയുണ്ട് ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ? ബസ്സിന് യാത്ര ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഈ മന്ത്രി പറഞ്ഞൊരു കാര്യം പറഞ്ഞായിരുന്നു, ഗണേഷ് കുമാർ ഗതാഗതം ബസ് നിർത്താൻ പോകുന്നെന്ന് അറിഞ്ഞായിരുന്നു. അതായത് ഇനി വാങ്ങിക്കുന്നില്ല എന്നൊക്കെയാണ് മന്ത്രി പറയുന്നത്. അതറിഞ്ഞായിരുന്നു. പക്ഷെ എങ്കിൽ ചിലവർക്ക് കുറച്ചുപേർക്ക് നഷ്ടമാണ്. കാരണം ഇങ്ങനെയുള്ള ഇടറോഡിൽ കൂടെ ഉള്ള ബസ് പോകുന്നത് ഞങ്ങൾക്കൊക്കെ വളരെ ഉപകാരമാണ്. തീർച്ചയായിട്ടും. അതായത് 10 രൂപ നിരക്ക് മാത്രം. 10 രൂപ നിരക്കുന്നല്ല, ബസ്സിന് പൈസ കൂട്ടിയാലും ഞങ്ങൾ കൊടുക്കും. പക്ഷെ ഞങ്ങൾക്ക് പോയി വരാനുള്ള സൗകര്യത്തിന് ബസ്സുള്ള റൂട്ടുള്ളതുകൊണ്ട് ഞങ്ങൾക്ക്
വലിയ ഈ ബസ് ഉള്ളത് നല്ല അനുഗ്രഹമാണ് ഞങ്ങൾക്ക്. കാരണം ഒരു ഏത് സമയം നോക്കിയാൽ എവിടെയെങ്കിലും ഞങ്ങൾക്ക് ഇത് കയറാൻ പറ്റും. മറ്റേ ബസ് കാത്തു നിൽക്കേണ്ടി വരില്ല. ഇതാകുമ്പോ എവിടെയെങ്കിലും ഞങ്ങൾക്ക് ഈ ബസ് 10 രൂപ ബസ് ഞങ്ങൾക്ക് ഒരു ഇടവിട്ട് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് എവിടെ ഇറങ്ങിയാലും ഞങ്ങൾക്ക് പെട്ടെന്ന് പോയി വരാനുള്ള നല്ല സൗകര്യമാണിത്. അതുകൊണ്ട് ഇത് വേണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെയാണ് വേണമെന്നാണ് അഭിപ്രായം. എന്തായാലും ഇവർ പറയുന്നത് പോലെ തന്നെ നമുക്കറിയാം. അതായത് ഞങ്ങൾ വന്നു നിന്നപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടിൽ ഞങ്ങൾ വന്നു നിന്നപ്പോൾ തന്നെ ഏകദേശം ഇങ്ങനെ ഓരോ മിനിറ്റ് ഇടവിട്ട് 2-3 ബസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലൊക്കെ നിറച്ച ആളുകളുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്ത്. മറ്റു പ്രതികരണങ്ങൾ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ബസ് ഇങ്ങനെ നിർത്താൻ പോകുന്നു, അല്ലെങ്കിൽ ഇനി വാങ്ങില്ല എന്നൊക്കെയാണ് മന്ത്രി പറയുന്നത്? ഞങ്ങൾക്ക് ഈ ബസ്സുള്ളത് വലിയ അനുഗ്രഹമായിരുന്നു. നമുക്ക് ഡ്യൂട്ടിക്കൊക്കെ കൃത്യസമയത്ത് കയറാൻ ഈ ബസ്സുള്ളതുകൊണ്ട് പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഒരു ഓട്ടോയ്ക്ക് തന്നെ ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരും. വലിയൊരു അനുഗ്രഹമാണ് ഈ ബസ്സുള്ളത്. ഈ നിർത്തണോണ്ട് എനിക്കൊരു പിന്നെ ചില സമയത്തൊക്കെ ഇങ്ങനെ ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഇലക്ട്രിക് ബസ്സാണ്, ഇടയ്ക്ക് വെച്ചൊക്കെ നിന്ന് പോകാൻ സാധ്യതയുണ്ട് ചാർജൊക്കെ തീർന്നു കഴിഞ്ഞാൽ. ഇല്ല, ഇതുവരെ അങ്ങനെ നിന്നതായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടുമില്ല. ഞങ്ങൾ കയറിയിട്ട് ഇതുവരെ അങ്ങനെ നിന്നിട്ടുമില്ല. ഇതുവരെ അങ്ങനെ നിന്നിട്ടില്ല. വളരെ ഉപകാരപ്രദമായ രീതി തന്നെ ഉപകാരമാണ് ഞങ്ങൾക്ക് ഈ ബസ്. ഉപകാരമാണ് ഞങ്ങൾക്ക് ഈ ബസ് ഉള്ളത് ഞങ്ങൾക്ക് വളരെ ഉപകാരമാണ്. കാരണം ഞങ്ങൾക്ക് സമയത്തിന് ജോലിക്ക് കയറാൻ പറ്റും. ഞങ്ങൾ പണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ മെന്റൽ ഹോസ്പിറ്റലിൽ വർക്ക് പോയിട്ടുള്ളത്. ഇപ്പൊ അവിടെ നിന്ന് ഇഷ്ടംപോലെ ബസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഹോസ്പിറ്റലിൽ പോകാനും തൈക്കാട് ഹോസ്പിറ്റലിൽ പോകാനും ഒക്കെ വളരെ ഉപകാരമാണ്. അതുകൊണ്ട് ഈ ബസ് നിർത്തരുത് എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. നമുക്ക് പേരൂർക്കട ഇറങ്ങി ഈ ബസ് എപ്പോഴും ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് സുഖമായിട്ട് പേരൂർക്കട ഇറങ്ങി മെന്റൽ ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഞങ്ങൾ പേരൂർക്കട ഇറങ്ങി നടന്ന് ഊളംപാറ ജംഗ്ഷൻ വരെ ഞങ്ങൾ നടക്കേണ്ടി വരും. അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് ഉപകാരമാണ്, നല്ലതാണ്. തൈക്കാട് ഹോസ്പിറ്റലിൽ പോകാനും ഇത് ഞങ്ങൾക്ക് വളരെ ഉപകാരമാണ്. ഈ